ഹലോ, ഇന്ന് ഞാൻ ഇവിടെ ഒരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കിച്ചടിയല്ല, നമ്മുടെ വെള്ളരിക്ക കിച്ചടിയൊന്നുമല്ല, ഒരു കിച്ചടി. ഇന്ത്യ മുഴുവൻ ഇത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഒരു കംപ്ലീറ്റ് മീലാണിത്. അതിനുവേണ്ടി 1 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പം സോന മസൂരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വെറും പച്ചരിയോ അല്ലെ ബിരിയാണി അരിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഇതിപ്പോൾ സോന മസൂരിയാണ്. ഇതൊരു 3/4 കപ്പ് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്, ചെറുപയർ പരിപ്പ്. പിന്നെ ഒരു 4 പോട് വെളുത്തുള്ളിയും, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും, ഒരു കഷ്ണം ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, ഒരു 3-4 കുരുമുളക്. ഇതെല്ലാം ഒന്ന് ചതച്ച് വയ്ക്കും. ആദ്യം നമ്മൾ നെയ്യിൽ ജീരകമൊക്കെ പൊട്ടിച്ചിട്ട് ഇതും പൊട്ടിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഒരു തക്കാളി, ഇതിലേത് വെജിറ്റബിൾ വേണേൽ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസും ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ പീസോ ഒക്കെ ഇടാം. ഇനി ഇത് ലാസ്റ്റ് ഇടാനുള്ള കുറച്ച് മല്ലിയില. ഇനി നമുക്കിതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായവും ഒക്കെ ചേർക്കണം. അത് ഞാനിങ്ങോട്ട് എടുത്തു വെച്ചിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഇതിലോട്ട് ഒഴിക്കണം. എന്നിട്ട് നമ്മുടെ ജീരകം, നല്ല ജീരകം കേട്ടോ, പെരുംജീരകമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നല്ല ജീരകം 1 സ്പൂൺ ഇതിലിട്ട് പൊട്ടിക്കണം. ജീരകം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു കൊച്ചു കഷ്ണം ബേ ലീഫും പിന്നെ ഒരു പട്ടയും ആ കുരുമുളകും ഒക്കെ കൂടെ ചതച്ചതും കൂടെ ഇതിലോട്ട് ഇട്ടു. എന്നിട്ട് അവന് ഈ നെയ്യിലിട്ടൊന്ന് വാട്ടാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ സബോള ഇതിലോട്ട് അരിഞ്ഞ് വെച്ച് സബോള. ഇതിൽ നമ്മൾ കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇട്ടു. അവസാനം നോക്കിയിട്ട് വേണം. ഇപ്പം കുറച്ച് ഉപ്പും ആ തക്കാളിയും കൂടെ ഇടുകയാണ്. അപ്പോൾ തക്കാളി ഒന്ന് നല്ല സോഫ്റ്റ് ആകും. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും, നമ്മൾ പിന്നെ എന്തെങ്കിലും വേറെ പച്ചമുക്കറിയൊക്കെ ചേർക്കുന്നുണ്ട്, അതെല്ലാം കൂടി ഇട്ട് അതിനെ നമ്മളൊന്ന് നല്ലപോലെ ഫ്രൈ. പിന്നെ അരിയൊക്കെ ഞാൻ ഇത് നല്ലപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. അതും കൂടെ ഇതിലോട്ട് ഇടുക. പരിപ്പും ഇതുപോലെ തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, അതും നമ്മൾ ഇതിലോട്ട് ഇടും. ഇതിലോട്ട് ഞാൻ ഒരു 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 4 കപ്പ് വെള്ളം. ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലിടും. ഇത് കാശ്മീരി മുളകാണ്, അപ്പോൾ വലിയ എരിവൊന്നും കാണത്തില്ല. ഇപ്പോൾ ഉപ്പ് ഞാൻ നോക്കി, കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പം കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമ്മളിത് അടച്ച് വയ്ക്കുക. ഇത് പിന്നെ കംപ്ലീറ്റ് അങ്ങ് ഉണങ്ങിയല്ല ഈ കിച്ചടി ഇരിക്കുന്നത്, സ്വല്പം ഒരു ഫ്ലൂയിഡ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിനി ഇപ്പം ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞ് അത് നോക്കിയിട്ട് അഥവാ വെള്ളം പോരെങ്കിൽ 2 വിസിൽ കേൾക്കണം. ഏതായാലും പോരെങ്കിൽ നമ്മൾ അതിൽ 1 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിക്കണം. തുടങ്ങി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. 2 വിസിൽ കേൾക്കണം. രണ്ട് വിസിലൊക്കെ കഴിഞ്ഞത് എടുത്തപ്പോഴേ എനിക്ക് തോന്നിയത് സ്വല്പം കട്ടിയായിട്ടിരിക്കുന്നെന്ന്. അപ്പോൾ ഞാനൊരു ഇച്ചിരി തിളച്ച വെള്ളം ഒഴിക്കണം എപ്പോഴും കേട്ടോ. ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഇത് തിളപ്പിക്കുകയാണ്.
ഇതുപോലെ കുറച്ചൊരു ഫ്ലൂയിഡി ആയിട്ട്, അതായത് ശരിക്കും ഇത് അവിടെയൊക്കെ അസുഖമൊക്കെ ഉള്ളപ്പോഴേ നോർത്ത് ഇന്ത്യയിലും കർണാടക എല്ലാവരും ഉണ്ട്, അസുഖമൊക്കെ ആകുമ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഈ വെജിറ്റബിളും നെയ്ക്ക് വരും ഇച്ചിരി ഓയിൽ ഒഴിക്കുകയൊക്കെ ഉള്ളൂ. നമ്മൾ കഞ്ഞിയും പയറും കഴിക്കുന്നത് പോലെ അവരിത് കഴിക്കും. ലാസ്റ്റ് നമുക്കിതിൽ ഇത് മല്ലിയില നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലിടുക. എന്നിട്ട് 1 സ്പൂൺ നെയ്യും കൂടി ഇതിലോട്ട് ഒഴിക്കും. നമ്മുടെ കിച്ചടി റെഡിയായിരിക്കുന്നു. നമ്മുടെ കിച്ചടിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീലാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പലതരം കൂട്ടാനും ഒന്നും ഉണ്ടാക്കാതെ എളുപ്പം കുക്കറിൽ ചെയ്യാനും. അസുഖമൊക്കെ ആണെങ്കിൽ നെയ്യും ഇതൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ കഞ്ഞിയും പയറും കഴിക്കുന്ന പോലെ അവരിത് കഴിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.